എല്ലാവർക്കും നമസ്കാരം. ദ കിക്ക് ഓഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാബി അലോൺസോ കമ്മിങ് ടു ഹോം. റയലിലെ കാർലോ ആൻസലോട്ടിയുടെ ഇറക്കിയ ശേഷം ഷാബി അലോൺസോ റയൽ മാഡ്രിഡിലേക്ക് വരുമ്പോൾ എന്താകും അദ്ദേഹം ആരാധകർക്കായി കാത്തുവച്ചിരിക്കുന്നത്? ആരാധകർ എന്താണ് സാബി അലോൺസോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. സാബി അലോൺസോ റയലിലേക്ക് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആരായിരുന്നു സാബി അലോൺസോ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനറേഷനിൽ അദ്ദേഹം കളിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായിരുന്നു സാബി അലോൺസോ. റയൽ മാഡ്രിഡിലും ലിവർപൂളിലും ബയേൺ മ്യൂണിക്കിലുമൊക്കെ അദ്ദേഹം അത്ഭുതങ്ങൾ തീർത്തു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച മാനേജർമാരിൽ ഒരാളാണ്. റയൽ സോസിഡാഡിൽ കരിയർ ആരംഭിച്ച അദ്ദേഹം ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ബുണ്ടസ് ലീഗയിൽ ബയേൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം കളിച്ച ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം അസാമാന്യ പ്രകടനം തന്നെ പുറത്തെടുത്തു. 2010 സ്പെയിൻ സൗത്ത് ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് ഉയർത്തുമ്പോൾ സാബി അലോൺസോയും അതിൽ അംഗമായിരുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ മാനേജർ കരിയറിലേക്ക് വന്നാൽ ബയൺ ലെവർകൂസൻ്റെ മാനേജറായിരുന്നു അദ്ദേഹം. 140 മത്സരങ്ങളിൽ ബയൺ ലെവർകൂസനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ 88 വിജയം, 33 സമനില, 19 തോൽവി. അടിച്ചത് 308 ഗോളുകൾ, വഴങ്ങിയത് 150 ഗോളുകൾ. ഈ സാബി അലോൺസോ ബയൺ ലെവർകൂസൻ്റെ മാനേജറായിട്ട് ചാർജ് എടുക്കുമ്പോൾ ബുണ്ടസ് ലീഗയിൽ 17ാം സ്ഥാനത്ത് കിടന്ന ഒരു ടീമാണ്. അവരാണ് 2023-2024 സീസണിൽ ബുണ്ടസ് ലീഗ ചാമ്പ്യന്മാരായത്. ബയൺ മ്യൂണിക്കും ബൊറൂസിയ ഡോർട്ട്മുണ്ടും ഒക്കെ അടങ്ങുന്ന ആ ബുണ്ടസ് ലീഗയിലാണ് അവർ ചാമ്പ്യന്മാരായത്. 120 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബയൺ ലെവർകൂസന് ബുണ്ടസ് ലീഗയിൽ ഇതുവരെ ചാമ്പ്യന്മാരാകാൻ കഴിഞ്ഞില്ല. പക്ഷേ സാബി വന്നതുകൂടി ടീമിനെ അടിമുടി മാറ്റി 2023-2024 സീസണിൽ അവർ അവിടെ ചാമ്പ്യന്മാരുമായി. തൻ്റെ ഹോമിലേക്ക്, തൻ്റെ പഴയ ക്ലബ്ബിലേക്ക് സാബി അലോൺസോ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയായിരിക്കും റയൽ മാഡ്രിഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു മോഡേൺ ഫുട്ബോൾ ടാറ്റിക്സാണ് സാബി അലോൺസോയുടെ. എന്നാലും കാർലോ ആൻസലോട്ടിയുടെ ശൈലിയിൽ നിന്ന് മാറി ഇദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് വരുമ്പോൾ കുറച്ച് സമയമെടുക്കുമായിരിക്കും. ബയൺ ലെവർകൂസനെ ട്രീറ്റ് ചെയ്ത പോലെ റയൽ മാഡ്രിഡിനെ ട്രീറ്റ് ചെയ്യാൻ സാബി അലോൺസോക്ക് പറ്റിയെന്ന് വരില്ല. കാരണം റയൽ മാഡ്രിഡ് ഒരു വലിയ ലെഗസി ഉള്ളൊരു ക്ലബ്ബാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും ഈ സാബി അലോൺസോയ്ക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ടീമിൻ്റെ സെറ്റിങ്സ്, ടീമിൻ്റെ ഘടന അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സൈനിങ്ങുകളിലൂടെ നമുക്കത് മനസ്സിലാവും. സീസണിൽ റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ഒരു പൊസിഷനാണ് റൈറ്റ് വിങ് ബാക്ക്. കാർവജാലിന് പരിക്കേറ്റതിന് ശേഷം അവിടെ കളിച്ച ലൂക്കാസ് വാസ്കസ് വെറും പരാജയമാണ്. അതുകൊണ്ട് ആ പൊസിഷനിലേക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച റൈറ്റ് വിങ് ബാക്കുള്ള ഒരാളായ ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡിനെ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഡീൻ ഹുയ്സൺ, ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് ബെനിഫിക്കയുടെ സെറാറസിനെ നോട്ടമിട്ടിട്ടുണ്ട്. ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ ഒരു സൈനിങ്ങിന് സാധ്യതയുള്ളത് സ്റ്റുട്ട്ഗർട്ടിന് വേണ്ടി കളിക്കുന്ന ഏഞ്ചലോ സ്റ്റില്ലറാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ റഡാറിൽ തന്നെയുണ്ട്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ സീസൺ ഏകദേശം തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ സ്റ്റില്ലറിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ടോണി ക്രൂസ് സജസ്റ്റ് ചെയ്ത ഒരു പ്ലെയറാണ് ഈ സ്റ്റില്ലർ, 24 വയസ്സുള്ള ഏഞ്ചലോ സ്റ്റില്ലർ. ബേസിക്കലി ഈ സ്റ്റില്ലർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിലും പ്ലേ മേക്കർ റോളിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഏഞ്ചലോ സ്റ്റില്ലർ. സാബി അലോൺസോയുടെ ശൈലിക്ക് പറ്റിയ ഒരു പ്ലെയറാണ്. ഡീപ്പ് ലൈനിൽ മികച്ച ഒരു പ്ലേ മേക്കറെ റയൽ മാഡ്രിഡിന് ഈ സൈനിങ്ങിലൂടെ കിട്ടും. 2 വിങ്ങുകളിലേക്കും പന്ത് പാസ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ഈ ഏഞ്ചലോ സ്റ്റില്ലർ. ഇനി നമുക്ക് സാബി അലോൺസോയുടെ ശൈലിയെപ്പറ്റി പറഞ്ഞാൽ 3-4-2-1 ആണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഫോർമേഷൻ. 3 ഡിഫൻസിനെ വെച്ചുകൊണ്ട് മാക്സിമം അറ്റാക്ക് ചെയ്ത് പ്രസ് ചെയ്യുന്ന രീതിയാണ് സാബി അലോൺസോയുടെ. അപ്പോൾ തന്നെ പൊസഷനിലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. 4-2-3-1 എന്ന ശൈലിയിലും അദ്ദേഹം ലെവർകൂസനെ ടീം ഇറക്കിയിട്ടുണ്ട്. അതായത് ടീമിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ഫോർമേഷനിൽ ചേഞ്ചുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ലാലിഗയുടെ ശൈലിയും ബുണ്ടസ് ലീഗയുടെ കളി ശൈലിയും എല്ലാം വ്യത്യാസമാണ്. ലാലിഗയിലെ 3 ഡിഫൻസിനെ വെച്ചുകൊണ്ടൊക്കെ വന്നാൽ നല്ല അറ്റാക്കിംഗ് വരുമ്പോൾ പ്രശ്നമാകും. സാബി അലോൺസോയുടെ ശൈലിക്ക് പറ്റിയ കളിക്കാരാണ് ഈ ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡും സെറാറസും. വിങ്ങുകളിൽ കൂടെ മികച്ച അറ്റാക്കുകളും നല്ല ക്രോസുകളും തരാൻ ഇവർക്ക് കഴിയും. ഡീൻ ഹുയ്സനെയൊക്കെ സൈൻ ചെയ്തത് റുഡീഗറും മിലിറ്റാവോയും അസെൻസിയും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ്. നല്ലൊരു ടീമിനെ കെട്ടിപ്പടുക്കുക എന്നാണ് സാബി അലോൺസോ ആദ്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ താരങ്ങളുടെ പരിക്ക് കാരണം റയൽ മാഡ്രിഡിന് അവരുടെ ഫുൾ ടീമിനെ ഇറക്കാൻ പകുതി കളിയിലും കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ റൊട്ടേഷൻ രീതിയിലായിരിക്കും സാബി അലോൺസോ ടീമിനെ കൈകാര്യം ചെയ്യുന്നത്. പലവിധ റൂമറുകളൊക്കെ ഇറങ്ങുന്നുണ്ട് സൈനിങ്ങിൻ്റെ കാര്യത്തിൽ. എൻസോ ഫെർണാണ്ടസ് വരുന്നു, പലാസിയോസ് വന്നാലും എൻസോ ഫെർണാണ്ടസ് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ മോഡ്രിക്കിനെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. 1 വർഷം കൂടെ കരാർ നീട്ടിക്കൊടുത്തിട്ടുണ്ട് മോഡ്രിക്കിന്. ഇപ്പോഴുള്ള യങ് പ്ലെയേഴ്സിന് മോഡ്രിക്ക് ടീമിലുള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും. അതോടൊപ്പം സാബി നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി വമ്പൻ താരങ്ങളെ ഒന്നിച്ച് ഓർഗനൈസ് ചെയ്യുക എന്നതാണ്. വിനിയെയും എംബാപ്പയെയും ബെല്ലിംഗ്ഹാമിനെയും ഒക്കെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുക എന്നത് വലിയ ഒരു ജോലിയായിരിക്കും. ആൻസലോട്ടി ഇതിലൊക്കെ വലിയ സ്കില്ല് കാണിച്ച ഒരു വ്യക്തിയാണ്. ആരെയും പിണക്കാതെ എല്ലാവരെയും
ടീമിലേക്ക് കൊണ്ടുവന്ന് സഹകരിപ്പിച്ച ഒരു വ്യക്തിയാണ് ആൻസലോട്ടി. സാബി അലോൺസോയുടെ കാര്യത്തിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. പ്ലെയേഴ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്ന ഒരു കോച്ചാണ് സാബി അലോൺസോ. കഴിഞ്ഞ തവണ കിട്ടിയ പണികളൊക്കെ തിരിച്ചു കൊടുക്കാൻ അടുത്ത സീസണിൽ റയൽ മാഡ്രിഡ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും മറ്റെല്ലാ ടൂർണമെൻറ്റുകളിലും ഉണ്ടാകും. റയൽ മാഡ്രിഡ് തിരിച്ചു വന്നിരിക്കും. അവർക്ക് കിട്ടിയ പണികളൊക്കെ അവർ തിരിച്ചു കൊടുത്തിരിക്കും. അതാണ് അവരുടെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അതാണ് ലോസ് ബ്ലാങ്കോസ് എന്ന് പറയുന്നത്, ഗലാറ്റിക്കോസ് എന്ന് പറയുന്നത്. സാബി അലോൺസോ റയലിലേക്ക് വരുമ്പോൾ എന്തായിരിക്കാം നടക്കാൻ പോകുന്നത്? റയൽ മാഡ്രിഡ് വാഴുമോ അതോ വീഴുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.